ഒരു കോഴ്സ് ചേരുന്നതിന് മുമ്പേ അതിന്റെ സ്കോപ്പ് എന്താണെന്ന് നമുക്ക് അറിയാൻ വളരെയധികം ആഗ്രഹമുണ്ടായിരിക്കും. പക്ഷേ ഇത്രത്തോളം സങ്കീർണത നിറഞ്ഞ ഒരു ചോദ്യം വേറെയില്ല. കാരണം ഒരു സ്കോപ്പ് നിർണ്ണയിക്കുന്നത്, ഒരു കോഴ്സിന്റെ സ്കോപ്പ് നിർണ്ണയിക്കുന്നത് അത് എടുക്കുന്ന ആളുടെ കഴിവ്, കോഴ്സിന്റെ സിലബസ് അപ്ഡേറ്റഡ് ആണോ, കോളേജ് നല്ലതാണോ, അതേപോലെ ഇൻസ്ട്രക്ടേഴ്സ്, അവിടുത്തെ ഫാക്കൽറ്റീസ് എങ്ങനെയുണ്ട്, അങ്ങനെ ഒരുപാട് ഒരാകത്തുകയായിട്ടാണ് കാര്യങ്ങള്. അതിന്റെ സ്കോപ്പ്. അതേപോലെ നമ്മള് തന്നെ ഇൻഡസ്ട്രിയിൽ ആ കോഴ്സിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് എത്രത്തോളം ഉണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിർവചിച്ചതിന് ശേഷമാണ് നമുക്കൊരു സ്കോപ്പ് നിർണ്ണയിക്കാൻ കഴിയും. എന്നിരുന്നാലും ചില ഘടകങ്ങൾ നമ്മുടെ 3 അല്ലെങ്കിൽ 4 വർഷത്തിന് ശേഷം എന്തായിരിക്കും ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് നമുക്കൊരു ഫോർകാസ്റ്റ് ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന് നമ്മൾ ചില ഏജൻസികൾ 10 വർഷത്തേക്ക് തൊഴിൽ വളർച്ചാ പ്രവചനങ്ങൾ നടത്താറുണ്ട്. ജനസംഖ്യ മാറ്റം, വ്യവസായ ഉൽപാദനം എന്നിവയുടെ അടിസ്ഥാനമാക്കിയാണ് ഇത് കണക്കാക്കുന്നത്. ഈ പ്രവചനങ്ങൾ നമുക്ക് നന്നായിട്ട് വിലയിരുത്തുകയാണെങ്കിൽ ഒരു ഐഡിയ കിട്ടും. പിന്നെ നമുക്ക് റിയൽ ടൈം സിഗ്നലുകൾ, ഇപ്പോൾ നമ്മൾ ജോബ് പോസ്റ്റിംഗ് വെബ്സൈറ്റുകളായിട്ടുള്ള ലിങ്ക്ഡിൻ, അതേപോലെ നൗക്കരി പോലെയുള്ള സൈറ്റുകളിൽ പോയിട്ട് നമ്മുടെ ഈ ജോബ് സെർച്ച് ചെയ്താൽ എത്രത്തോളം ജോബുകൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ കിട്ടും. അതിൽ നിന്ന് നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയും. പിന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റുകൾ, പല ഇൻവെസ്റ്റ്മെന്റുകളും നടത്തും ഈ ഏരിയകളിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിലെ $multi-billion US ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഡാറ്റാ സെന്റർ മേഖലയിൽ, AI ഡാറ്റാ സെന്റർ മേഖലകളിൽ. അപ്പോൾ ഇനി വരുന്ന കാലങ്ങളിൽ AI ഡാറ്റാ സെന്റർ റിലേറ്റഡ് ജോബുകൾ ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. അതേപോലെ റിന്യൂവബിൾ എനർജി, ഹെൽത്ത് കെയർ, ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം ഇൻവെസ്റ്റ്മെന്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മേഖലയിലും ഒരുപാട് തൊഴിലവസരങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ചില ഗവൺമെന്റ് പോളിസികൾ, ഇപ്പോൾ നമ്മളൊരു ലാസ്റ്റ് ഇയർ ബഡ്ജറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ചില മേഖലയ്ക്ക് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നതാണ്. ഉദാഹരണത്തിന് ഗ്രീൻ എനർജി, റിന്യൂവബിൾ എനർജി ഞാൻ പറഞ്ഞു, അതേപോലെ സോളാർ എനർജി, ഇതിനെല്ലാം ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നതായി കാണാം. അപ്പോൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞാൽ ആ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുകയും അതിൽ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ കൂടുതൽ പ്രാധാന്യം കിട്ടാത്ത മേഖലകളിൽ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് എന്താണോ ഇൻഡസ്ട്രിക്ക് വരുന്നത് അതനുസരിച്ച് നമുക്ക് നോക്കി മുന്നേറാം. ഇപ്പോൾ ഉദാഹരണത്തിന് എന്നോട് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടപ്പോൾ ഒരു പാരന്റ് ചോദിക്കുകയുണ്ടായി, BSc ഏവിയേഷനിൽ എന്താണ് തൊഴിലവസരമെന്ന്. BSc ഏവിയേഷൻ്റെ തൊഴിലവസര സാധ്യതകൾ നമ്മൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വരും കാലഘട്ടങ്ങളിൽ ഈ ഏവിയേഷൻ രംഗത്ത് ഒരുപാട് വളർച്ച പ്രതീക്ഷിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ തൊഴിലവസരങ്ങളുണ്ട്. തൊഴിലവസരങ്ങൾ നമ്മൾ നേടിയെടുക്കാൻ ഈ കോഴ്സ് മാത്രം പഠിച്ചത് കൊണ്ട് കാര്യമില്ല. നമ്മൾ ആ കോഴ്സിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സോഫ്റ്റ് സ്കില്ലുകൾ കൂടി നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും ആ ഒരു മേഖലയിൽ നല്ലൊരു തൊഴിൽ നേടിയെടുക്കാൻ കഴിയും.